ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് പറ്റിയ ഒരു ഫോൺ, അതായത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ഒക്കെയാണ്, നിങ്ങൾക്ക് സ്കൂളിലെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ പരമായിട്ട് റെക്കോർഡിംഗ്, ട്രാൻസ്ക്രിപ്ഷൻ, അതേപോലെ സമ്മറൈസേഷൻ, ഡോക്യുമെൻറ്റ്, PDF അല്ലെങ്കിൽ ഏത് തരം ഡോക്യുമെൻ്റ് ആയാലും ഫോണിൽ നേറ്റീവായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റ് ഹാൻഡ്ലിംഗ് സെറ്റപ്പ്, അങ്ങനെയുള്ള എല്ലാ തരം കാര്യങ്ങളും ഉൾപ്പെടുന്ന സ്റ്റുഡൻസിനൊക്കെ സ്പെഷ്യലി പറ്റിയ തരത്തിലുള്ള ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ ഈ IQ C11 വേണമെങ്കിൽ ഒന്ന് പരിഗണിക്കാം. ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 10-20 ദിവസത്തോളമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ടോട്ടൽ ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒരു യൂഷ്വൽ ആയിട്ടുള്ള അൺബോക്സിംഗ് ആൻഡ് സ്പെക്ക് പറയുന്ന പരിപാടിയല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരാം. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ബഡ്ജറ്റിലാണ് നിങ്ങളുടെ ഒരു പർച്ചേസിംഗ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കാം. സോ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ബോക്സിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ അൺബോക്സിംഗിലേക്കൊന്നും പോകുന്നില്ല. ചാർജർ, ചാർജിങ് കേബിൾ, സിം ടൂൾ, ഡോക്യുമെന്റേഷൻ, കേസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. സിം ടൂൾ അടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് IQ C11. ഈ ഫോണിന്റെ ഒന്നാമത്തെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കം വരുന്ന ഒരു നല്ല കർവ്ഡ് ഡിസ്പ്ലേ. ഫോൺ ഭയങ്കര സ്ലിം ആണ് കേട്ടോ. അതിനേക്കാൾ ഉപരി എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത് ഡിസ്പ്ലേ കുറിച്ചാണ്. കാരണം നമ്മൾ ഉപയോഗിച്ചതിൽ ഔട്ട്ഡോർ ഇൻഡോർ ഒക്കെ ഉപയോഗിക്കുമ്പോഴും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 2000 nits ഹൈ ബ്രൈറ്റ്നസ് മോഡ് അടക്കം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി അടക്കം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 6.83 ഇഞ്ച് വരുന്ന 144 ഹെർട്സിന്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. HDR10+ സപ്പോർട്ട് അടക്കമാണ് വരുന്നത്. വിഷ്വലൊക്കെ ഞാൻ അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കുക. സോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തരുന്ന നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ സിമെട്രിക് ആയ ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേൾക്കാം. നല്ല സൗണ്ടാണ്, ബേസ് ഒക്കെ ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. സൗണ്ട് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കൊള്ളാം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ പക്കയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ്. ഇവിടെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. യാതൊരു ഇഷ്യൂസും ഇല്ല. സോ അപ്പോൾ ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസ് ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. അതാണ് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നല്ല എക്സ്പീരിയൻസ്. ഡിസൈൻ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇൻസ്പയർഡ് ബാക്ക് ഡിസൈൻ ആണ് വരുന്നത്. പ്രിസിഷൻ ക്രാഫ്റ്റഡ് അലുമിനിയം ക്യാമറ മോഡുകളാണ്. 1 പീസ് നാരോ ഫ്രെയിം ഡിസൈൻ ആണ് വരുന്നത്. 7.9 mm സ്ലിം ആയ ഡിസൈൻ ആണ്. അതിൽ തന്നെ ഫ്രെയിം കണ്ടു, നല്ല നൈസായ സ്ലിം ആയ രീതിയിലാണ് ഫ്രെയിം വരുന്നത്. 199 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതായത് വളരെ ലൈറ്റ് വെയിറ്റും വളരെ സ്ലിം ആയ ഒരു ബാക്ക് കവർ മെറ്റീരിയൽ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ഷീറ്റ് ആണ്. 2 കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. IP68, 69 തുടങ്ങിയ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ ഡ്യൂറബിലിറ്റിക്കും പ്രശ്നമൊന്നുമില്ല. ഓവർ ഡുവൽ നാനോ സിം ആണ് താഴെ സിം ട്രേ വരുന്നത്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, മുകളിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ വളരെ കംഫർട്ടബിൾ ആയ, സ്ലിം ആയ, നൈസായ നല്ലൊരു ഡിസൈൻ. ഇനി ഇതിൻ്റെ പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ MediaTek Dimensity 7500 ടർബോ പ്രോസറാണ്. ഇത് ഇന്ത്യസ് ഫസ്റ്റ് എന്ന രീതിയിൽ വരികയാണ്. കാരണം ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ ഒരു പ്രോസർ വെച്ചുകൊണ്ട് ഫോൺ വരുന്നത്. LPDDR4X റാം, UFS 3.1 സ്റ്റോറേജ്, 1.2 മില്യൺ പ്ലസ് ആൻഡ്രോയിഡ് സ്കോറാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും പെർഫോമൻസിൽ യാതൊരു വിഷയമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഗെയിമും വേണമെങ്കിൽ കളിക്കാം. കാരണം ഇതിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സെറ്റപ്പ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. ബൈപ്പാസ് ചാർജിങ്ങിന് അടക്കം ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈവൻ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാഷ് റോയൽസ് പോലുള്ള ഗെയിമുകൾ, അതായത് കാണുന്ന ഈ ക്ലാഷ് റോയൽസ് ഗെയിമൊക്കെ 144 FPS വരെ നമുക്ക് കളിക്കാൻ സാധിക്കുന്ന അത്രയും സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് തരുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ കാർ റേസിംഗ് ഗെയിമുകൾ നിങ്ങൾ നോക്കിയാൽ അതിനകത്തും ഈ 144 FPS സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്. സോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അപ്പോൾ അങ്ങനെയാണ് ഗെയിമിങ്ങിനെ കുറിച്ച്. ഓവറോൾ പെർഫോമൻസിൽ യാതൊരു വിഷയങ്ങളുമില്ല, നൈസാണ്. പിന്നെ ഇത് വരുന്നത് ഒറിജിൻ OS 6 ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ആണ്. 3 ആൻഡ്രോയിഡ് അപ്ഗ്രേഡും 5 ഇയറിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നത്. മാത്രമല്ല ഇത്തവണ 8th Gen NPU, അതായത് C സീരീസിൽ ഫസ്റ്റ് ടൈമാണ് AI പ്രോസസിംഗ് യൂണിറ്റ് 8th Gen NPU വരുന്നത്. സോ വളരെ നല്ലൊരു AI ഫീച്ചേഴ്സ് സംവിധാനം വളരെ സ്മൂത്ത് ആയിട്ട് നൈസായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ചിലത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല സ്റ്റുഡൻസിനൊക്കെ ഉപകാരപ്പെടുമെന്ന്. അതിൻ്റെ കാര്യം ഇതാണ്. ഒന്ന് AI ക്യാപ്ഷൻ. ഇപ്പോൾ ഒരു വീഡിയോ കാണുകയാണ്, നമുക്ക് ഈസി, ഇപ്പോൾ അത് ഹിന്ദി ന്യൂസ് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് AI ക്യാപ്ഷൻ കൊടുത്താൽ അത് കൃത്യമായിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ന്യൂസിൻ്റെ കാര്യം നമുക്ക് മറ്റ് ഒരു സംഭാഷണം നടക്കുകയാണ്, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വോയിസ് റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ട് അതിനകത്ത് റിയൽ ടൈം ട്രാൻസ്ലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ട്രാൻസ്ലേഷൻ അവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് എടുത്ത് വെക്കാം. ഓഡിയോയും ട്രാൻസ്ലേഷനും എടുത്ത് വെക്കാം, പിന്നീട് ഉപയോഗിക്കാം. പിന്നെ AI ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റപ്പ് തന്നെ ഉണ്ട്. നമുക്ക് നോട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ AI ക്രിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഡോക്യുമെന്റ് സമ്മറൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ആ ഡോക്യുമെന്റ് നോട്ടിനകത്ത് തന്നെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തെടുക്കാം. നോർമൽ നോട്ടിനകത്ത് പറ്റുന്ന ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇത് കൂടാതെ ഡോക്ക് മാസ്റ്റർ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഡോക്ക് മാസ്റ്ററിലാണ് അത് ഓപ്പൺ ആയി വരുന്നത്. അതിനകത്ത് AI ക്രിയേഷൻ വരും. ഈ PDF ഡോക്യുമെന്റിൽ തന്നെ സമ്മറൈസേഷൻ, ഹോൾ ആർട്ടിക്കിൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സമ്മറൈസേഷൻ കൊടുത്താൽ സമ്മറൈസ് ചെയ്ത് തരും. അത് പോളിഷ് ചെയ്യണോ, ഷോർട്ടൺ ചെയ്യണോ, എക്സ്റ്റെൻഡ് ചെയ്യണോ, ഇപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യണം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ട്രാൻസ്ലേറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് AI ക്രിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PDF ഡോക്യുമെന്റിനകത്ത് പോലും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ PDF മൊത്തത്തിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. സോ അപ്പോൾ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന സൗകര്യങ്ങൾക്ക് ഇതിനകത്തുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രധാനമായ AI ഫീച്ചേഴ്സ്. പിന്നെ ഗാലറിയിൽ അറിയാലോ AI ഇറേസർ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഒക്കെ ആയി കാണുന്ന പോലെ ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയാം. പിന്നെ നമ്മുടെ സർക്കിൾ ടു സെർച്ച് അതൊക്കെ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. ജെമിനി അതും വരുന്നുണ്ട്. കൂടുതലൊന്നും പറയണ്ടല്ലോ, അറിയാമല്ലോ, ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ക്യാമറയാണ് ഒരു നല്ല കാര്യമുള്ളത്. സാമ്പിൾസ് കണ്ട് നോക്കി അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാം. 50 MP സോണി IMX882 സെൻസറാണ് വരുന്നത്. OS EAS സപ്പോർട്ടൊക്കെ ഉണ്ട്. ഫോട്ടോസ് ഇതായി കാണുന്ന പോലെയാണ്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. 4K 30 fps 60 fps നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. വീഡിയോ സാമ്പിളുകൾ ഡേ ലൈറ്റും ഇൻഡോർ ലൈറ്റും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതായി കാണുന്ന തരത്തിലുള്ള വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് മതിയോ നോക്കുക. സെൽഫി ക്യാമറ സാമ്പിൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. 32 MP ആണ് സെൽഫി വരുന്നത്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ ക്യാമറ ക്വാളിറ്റി കൊണ്ട് നിങ്ങൾക്ക് ഈ ബഡ്ജറ്റിന് ഇത് ഓക്കെ ആണെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ബാറ്ററിയൊക്കെ അടിപൊളിയാണ്. 7050 mAh ബാറ്ററി വരുന്നുണ്ട്. 44 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജാണ് വരുന്നത്. 5 ഇയറിൻ്റെ ബാറ്ററി ഹെൽത്താണ് കമ്പനി അവകാശപ്പെടുന്നത്. 7050 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ 1-1.5-2 ദിവസമൊക്കെ വേണമെങ്കിൽ സുഖമായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ ഇതിൽ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ, ഓഫീസ് കിറ്റ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതിലൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യമാണുള്ളത് കേട്ടോ. പിന്നെ Wi-Fi 6, Bluetooth 5.4 തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുവിധം നമുക്കൊരു നോർമൽ ഫോണിൽ വേണ്ടുന്ന എല്ലാതരം സംഭവങ്ങളും ഉണ്ട്. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നില്ല. ഡിസൈൻ മനസ്സിലായി, ഡിസ്പ്ലേ അതിൻ്റെ നിലവാരം മനസ്സിലായി, ബാറ്ററി, ചാർജിങ്, അതേപോലെ തന്നെ എല്ലാ ഘടകങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സോ മൊത്തത്തിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഐറ്റമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വളരെ ലൈറ്റ് വെയിറ്റും കംഫർട്ടൊക്കെ ആയിട്ട് വേണമെങ്കിൽ കൊണ്ടു നടക്കാം. ഈ പ്രൈസിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ ഒരു പ്രൈസ് ഹൈക്കിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഈ ഒരു ഫോണിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ച് നോക്കിയതിൽ നിന്നും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോൺ ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടുതൽ IQ ബഡ്സ് എന്ന് പറഞ്ഞൊരു ബഡ്സ് കൂടി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിറഞ്ഞിരുന്നോളൂ. IQൻ്റെ കൂട്ടത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇക്കോസിസ്റ്റം പോലെ വർക്ക് ചെയ്യുമല്ലോ. ഇതായി കാണുന്നതാണ് IQ ബഡ്സ്. വളരെ കോമ്പാക്റ്റായ, ഒതുങ്ങിയ, ലൈറ്റ് വെയിറ്റ് ആയ ഒരു ബഡ്സ്. ഇതിൻ്റെ മെയിൻ കാര്യം 50 അവറിൻ്റെ ബാറ്ററി ലൈഫ്. കേസറൊക്കെ ഉപയോഗിക്കുമ്പോൾ 50 അവറിൻ്റെ ബാറ്ററി ലൈഫ് ഉണ്ട്. ഒപ്പം തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയ സംഭവമാണ്. ചെവിയിൽ വെക്കാനൊക്കെ വളരെ കംഫർട്ടബിളാണ്. ഒപ്പം തന്നെ ടച്ച് കൺട്രോളും വരുന്നുണ്ട്. സോ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഞാൻ ലോങ് ടൈമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, എന്നാലും ഇതിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. കംഫർട്ടാണ്. ടാപ്പ് കൺട്രോളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡുവൽ കണക്ടിവിറ്റി, നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലും ഒരേ സമയം കണക്ട് ചെയ്ത് വെച്ച് ഉപയോഗിക്കുന്ന ഡുവൽ കണക്ടിവിറ്റി സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ലോ ലേറ്റൻസി മോഡും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം ഇത് വെച്ചുകൊണ്ട് ഗെയിമും കളിക്കാം. സൗണ്ട് ക്വാളിറ്റി നോക്കിയാൽ അത്യാവശ്യം ബേസ്. നമുക്ക് ഈ ആപ്പിനകത്ത് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിന് സെപ്പറേറ്റ് ആപ്പല്ല. നമ്മൾ ബ്ലൂടൂത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബഡ്സിൻ്റെ അവിടെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബഡ്സിൻ്റെ ഫുൾ കൺട്രോൾ നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഡീപ്പ് എക്സ് സ്റ്റീരിയോ എഫക്റ്റ് എന്ന് പറയുന്ന മെഗാ ബേസ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ കൊടുക്കുക. എനിക്ക് ബേസ് ഇത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കൊടുത്തിട്ടാണ് ഞാൻ ആസ്വദിക്കുന്നത്. അത്യാവശ്യം നല്ല ബേസ് ഒക്കെ ഉണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ പ്രൈസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. സോ അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള 2 പ്രൊഡക്റ്റുകൾ. ഒന്ന് IQ C11, IQ ബഡ്സ്. എന്താണ് രണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം? താല്പര്യമുള്ളവർക്കുള്ള ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ. സോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.